സുഹൃത്തുക്കളെ, പണ്ടൊരിക്കൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അതിഭീകരമായിട്ടുള്ള അസഹിഷ്ണുതയുള്ള ഒരു ടീം ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം പറയാലോ, അത് നമ്മുടെ അധ്യാപകർ തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവരുടെ മുമ്പിലേക്കാണ് ഒട്ടുമിക്ക ചെറുപ്പക്കാരും വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുമായിട്ടുള്ള ഏറ്റവും വലിയൊരു അന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജിന്റെ ഒരു വലിയ ഗ്യാപ്പ്, അല്ലെങ്കിൽ ജനറേഷൻ ഗ്യാപ്പ് എന്നൊക്കെ വിളിക്കുന്ന ആ പരിപാടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈമിന്റെ ഇടയിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ഇവർക്ക് പലപ്പോഴും ചെറുപ്പക്കാരുടെ പല കളികളും തമാശകളും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറാനുള്ള ഒരു തരത്തിലുള്ള ഒരു ഏർപ്പാടുകളും ഇവന്മാര് ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഞാൻ ഇങ്ങനെ പറയാനുള്ള ഒരു കാരണം ഇതാ, കഴിഞ്ഞ ദിവസം ഒരു കോളേജിന്റെ ഭാഗമായിട്ട് നടന്നത് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിലാണ്. കോളേജിന്റെ ഭാഗമായിട്ട് അവർ ആ ഒരു കോളേജിലെ ഒരു പക്ഷേ യൂണിയൻ ഒക്കെ ആയിരിക്കും, വളരെ ഭംഗിയായിട്ട് നമ്മുടെ ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു അതിഗംഭീര സംവിധായകനെ, ഗായകനെ വിളിച്ചു കൊണ്ടുവരുന്നു. ജാസി ഗിഫ്റ്റ് വരുന്നു, വെറുതെ വരുന്നല്ലോ കേട്ടോ. ഒപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം ഒരു സുഹൃത്തുണ്ടായിരുന്നു, സജിൻ കോലഞ്ചേരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഈ രണ്ടുപേരും കൂടിയിട്ടാണ് അവിടെ ആ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ജാസി ഗിഫ്റ്റ് പാടുന്നു. ഈ പാടുന്നത് തൊട്ട് മുമ്പെങ്ങാണ്ടാ തോന്നുന്നേ ഒപ്പം വന്ന സജിൻ കോലഞ്ചേരി എന്ന് പറയുന്ന മനുഷ്യൻ പാടി എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്തൊക്കെയായാലും ഇതിന്റെ ഭാഗമായിട്ട് സജിൻ കോലഞ്ചേരി പാടിയതിനു ശേഷമായിരിക്കാം ജാസി ഗിഫ്റ്റ് പാട്ട് തുടങ്ങിയത്. പാട്ട് തുടങ്ങി, അത് മുഴുമിച്ചില്ല. നമ്മുടെ ഏറ്റവും പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ പാട്ടാണ് കേട്ടോ. ആ പാട്ട് മുഴുമിച്ചില്ല. അതിനു മുമ്പ് തന്നെ ഈ പ്രിൻസിപ്പൽ കയറി വന്ന് പാടിക്കൊണ്ട് നിൽക്കുന്ന ജാസി ഗിഫ്റ്റിന്റെ കയ്യിൽ നിന്നും ആ മൈക്ക് വാങ്ങിച്ചിട്ട് അതിഗംഭീര പ്രസംഗമാണ്. ഈ കോളേജിടെ നിർത്തണമോ എന്ന് തന്നെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ് അധികാരം തലയ്ക്ക് മൂത്ത ആ ഒരു പ്രിൻസിപ്പൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ പൈസ കൊടുത്തിട്ടാണ് ജാസി ഗിഫ്റ്റിനെ കൊണ്ടുവന്നിട്ടുള്ളത്, പെയ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ജാസി ഗിഫ്റ്റ് മാത്രം പാടിയാൽ മതി എന്നുള്ളായിരുന്നു ഇവിടുത്തെ രീതി. ആ നിയമമൊക്കെ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാ കാര്യങ്ങളും തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ജാസി ഗിഫ്റ്റ് അല്ലാതെ വേറെ ആരും പാടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ആ മൈക്ക് വാങ്ങിച്ചു പോകുന്നു. ഇത് മൈക്ക് വാങ്ങിച്ച് സ്വാഭാവികമായിട്ടും ജാസി ഗിഫ്റ്റ് എന്ന് പറയുന്ന മനുഷ്യൻ പാട്ടുകാരനാണ്, വെറും പാട്ടുകാരനല്ല, അഭിമാനമുള്ള പാട്ടുകാരനാണ്. ഏതൊരു മനുഷ്യനും നല്ല അന്തസ്സോടുകൂടി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്റ്റേജിൽ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ കയ്യിൽ നിന്ന് ഒരു മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ട് ടീച്ചർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുക എന്ന് പറയുന്നത് മാന്യമല്ലാത്ത പ്രവൃത്തിയാണ്. ആ ഒരു പ്രിൻസിപ്പിൾ വേണമെങ്കിൽ ആ പാട്ട് കഴിഞ്ഞതിന് ശേഷം ആ മൈക്ക് വാങ്ങിച്ചിട്ട് എനിക്ക് 2 വാക്ക് പറയാനുണ്ടെന്ന് പറയാം. ഇതല്ലാതെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടപെടുന്നത് വൃത്തികെട്ട പരിപാടി എന്നല്ലാതെ അമാന്യമായ പരിപാടി എന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. എന്തായാലും അത് നടന്നു കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. ആ ഒരു പ്രിൻസിപ്പലിനെതിരെ ഗംഭീരമായ പ്രതിഷേധമൊക്കെ ഉണ്ട്. ജാസി ഗിഫ്റ്റ് ഈ സംഭവം കഴിഞ്ഞ ആ നിമിഷം തന്നെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അദ്ദേഹം പോയി. ഇന്നലെ കോലഞ്ചേരിയിലെ ഒരു കോളേജിലായിരുന്നു ഈ സംഭവം നടന്നത്. അവിടുത്തെ പ്രിൻസിപ്പല് നമ്മൾ പാടിക്കൊണ്ടിരുന്ന സമയത്ത് വന്നു കയറി മൈക്ക് കയ്യിൽ നിന്ന് തട്ടി പറിച്ച് അവര് പരിപാടി നിർത്താൻ ശ്രമിച്ചു. അവർ പറഞ്ഞ റീസണുകളിലൊന്നും എൻ്റെ കൂടെ പാടിയ ഒരു പയ്യൻ സ്റ്റേജിൽ വന്നു എന്നുള്ളതാണ് ഒരാവശ്യമില്ലാത്ത ഒരു റീസണായിട്ട് പറഞ്ഞത്. ഞങ്ങൾ കോളേജുകളിൽ പാടാൻ പോകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് എന്തായാലും പ്രസംഗിക്കാൻ അറിയില്ല, പാട്ട് കേൾക്കാനാണ്. നമ്മുടെ ഹൈലൈറ്റഡ് ആയിട്ടുള്ള 3-4 സോങ്സ് ഞങ്ങൾ പാടും. ഞങ്ങളുടെ പാട്ടിനനുസരിച്ച് ഞങ്ങൾ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യാറുണ്ട്. ഇത് കാരണമാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ കോളേജുകാർ വിളിച്ചിട്ടാണ് പോകുന്നത്. കോളേജ് വിളിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ മാനേജ്മെന്റുമായിട്ട് എല്ലാം പറഞ്ഞ് റെഡിയാക്കിയാണ് പോകുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സ്റ്റേജിൽ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് സംഭവങ്ങൾ ആവശ്യം ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് പറയാനുള്ള ഒരു രീതിയുണ്ട്. പക്ഷേ ആ ടീച്ചർ പറഞ്ഞത് ഭയങ്കര ആർക്കും അങ്ങോട്ട് ദഹിക്കുന്ന രീതിയിലായിരുന്നില്ല. മൈക്ക് വന്ന് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. 2-3 കാര്യങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നേരത്തെ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതി കറക്റ്റ് ആയിരുന്നില്ല എന്ന് നമുക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, അവിടുത്തെ കുട്ടികൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടുകയുണ്ടായില്ല. കാര്യം വെച്ചാൽ അവരെല്ലാവരും അത് കഴിഞ്ഞ് വൈകുന്നേരം വരെ ഒരു സ്ട്രൈക്കിന്റെ ലെവലിലേക്ക് പോവുകയും ചെയ്തു. അവരുടെ അതൃപ്തി പ്രകടിപ്പിക്കുകയുണ്ടായി. കാര്യം അവരെല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്ത ഒരു പ്രോഗ്രാമായിരുന്നു. മാനേജ്മെന്റിന് അധികം സഹായം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ അവരുടെ ഒരു കമ്മ്യൂണിറ്റി നിന്ന് സ്ട്രോങ് ആയിട്ട് നടത്തിയ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോഴും പല പല കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പം പ്രത്യേകിച്ച് ഈഗോസ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ പല പല കാര്യങ്ങളായിരിക്കാം അതിന്റെ പുറകെയുള്ളത്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. നമ്മൾ എപ്പോഴും പാടാൻ പോകുമ്പോഴും നമ്മുടെ ബാൻഡ് കൂടെ കാണും, ഞങ്ങളുടെ കോ സിംഗേഴ്സ് കൂടെ കാണും. ഇപ്പൊ സജിൻ ജയരാജാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം
ആദ്യം മുതലേ ആദ്യത്തെ ഞങ്ങളുടെ ആൽബം മുതലേ അദ്ദേഹം ഞങ്ങളോട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോസിംഗറാണ്, ബാക്കിംഗ് വോക്കൽസ് ഉണ്ട്, കമ്പോസിങ്ങിനിരിക്കും. അങ്ങനെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന ഒരു ആളാണ് സജിൻ ജയരാജ്. അദ്ദേഹം പാടാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇതിന് ഒരു തടസ്സം കൊണ്ടുവന്നത്. അത് പ്രത്യേകിച്ച് ഞങ്ങൾ പാടാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് കൂടെ ഉള്ളതാണ്. പിന്നെ ആ കൂട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമായിരുന്നു. കുട്ടികൾ ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾക്ക് ഓൺലൈൻ ഞങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നടന്നത് ഒരു അപമാനിക്കപ്പെട്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യന് സത്യം പറഞ്ഞാൽ നമുക്ക് ജെന്യുവനായിട്ട് ഇങ്ങനെ പാടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. കാര്യം ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ലേ, സഹിഷ്ണുത എന്താണെന്ന് ടീച്ചർമാരല്ലേ യഥാർത്ഥത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതിന്റെ ഒരു സംഭവമില്ല. നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കാം പല പല കാര്യങ്ങളിൽ. അറിയാമല്ലോ, ഒരു മ്യൂച്വൽ റെസ്പെക്ട് എന്നുള്ളത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അത് ഞങ്ങൾ മാത്രമല്ല, ഇൻഡസ്ട്രിയിലുള്ളതും വെളിയിലുള്ളവർക്കും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബഹുമാനം ആവശ്യമാണ്. ആരെയും ബലാത്കരമായിട്ട് ആ ജോലിയിൽ നിന്ന് പിടിച്ചു തള്ളാൻ ആർക്കും ഇവിടെ അധികാരമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതിനെ വേറെ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ചോദിക്കുന്നത്, ഈ ജാസി ഗിഫ്റ്റിന് പകരം ആ സ്റ്റേജിൽ പാട്ട് പാടുന്നത് നമ്മുടെ യേശുദാസ് ആണെന്ന് വിചാരിക്കുന്നത്, MG ശ്രീകുമാറാണെന്ന് വിചാരിക്കുന്നത്, ഇങ്ങനെ വലിയ വലിയ എന്നൊക്കെ പറയപ്പെടുന്ന ഇത്തരം ഏതെങ്കിലും ഒരു ഫെയിം ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് ആ സ്റ്റേജിലുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ കയറിയിട്ട് ആ മൈക്ക് വാങ്ങിക്കുമോ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. മൈക്ക് വാങ്ങിക്കില്ല. കാരണം അവർക്ക് കൊടുക്കേണ്ട പ്രിവിലേജ് ഈ ടീച്ചർ കൊടുത്തിരിക്കും. ഇദ്ദേഹത്തിന് അങ്ങനെ പ്രിവിലേജ് ഒന്നും കൊടുക്കണ്ട എന്നത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ നിറത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ ഈ മനുഷ്യൻ കണ്ടെത്തിയതായിരിക്കാം. ആര്? നമ്മുടെ പ്രിൻസിപ്പൽ. അങ്ങനെ കണ്ടെത്തിയ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ മൈക്ക് പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ടാവുക എന്നൊരു തോന്നൽ. കാരണം നമ്മുടെ സാമൂഹ്യ സ്ഥിതികളൊക്കെ ഏകദേശം അങ്ങനെ പോകുന്നത്. വിനായകൻ എന്ന് പറയുന്ന മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾക്ക് എതിരെ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് എന്തിനെതിരെയും കൈ ചൂണ്ടി ചോദിക്കാനുള്ള അധികാരമുള്ള പത്രപത്രം ഉണ്ടാക്കുകയും, എന്നാൽ അതിനേക്കാൾ വലിയ പെണ്ണ് കേസിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കെതിരെ കൈ ചൂണ്ടാതെ കൈ കൂപ്പിക്കൊണ്ട് ചേട്ടാ, സാർ എന്നൊക്കെ വിളിക്കാനുള്ള മാന്യതയൊക്കെ കൊണ്ടുപോകുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അത്തരം മാപ്പുകളൊക്കെ ഉള്ള സമയത്ത് ഞാൻ പറയുന്നത് ഇതാണ് നമ്മുടെ സമൂഹത്തിന്റെ രീതി എന്ന് പറഞ്ഞേ. എനിക്ക് തോന്നുന്നത് ഇത് ജാസി ഗിഫ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹത്തോട് അത് ചെയ്യാമെന്നുള്ള ഒരു ഉള്ളിൽ എവിടെയോ കിടക്കുന്ന ആ ഒരു സാമൂഹ്യ ബോധത്തിന്റെ അല്ലെങ്കിൽ ആ തട്ടുബോധത്തിന്റെ ഭാഗമായിട്ടായിരിക്കും ടീച്ചറുടെ കയ്യിൽ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം, ആ ഒരു പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുക. ഇതെന്തായാലും എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇതിനെ എതിർത്ത് എത്തും. ഇത്തരത്തിലുള്ള അസഹിഷ്ണുത ആളുകളൊക്കെ ഈ പണി വിട്ടു പോകണം. കാരണം നിങ്ങൾക്കൊന്നും പറ്റിയ പണിയല്ലത്. ഇങ്ങനെ അസഹിഷ്ണുത തലയിൽ കെട്ടിക്കൊണ്ട് ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയെ കണ്ടാല്, നന്നായിട്ട് ഒരു പാട്ട് കേട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കുട്ടിയെ കണ്ടാല്, ഒരു പെയ്ഡ് പ്രോഗ്രാമിൽ വേറെ ആൾ കൂടി കയറി പാടി എന്ന് പറയുന്ന ഒരു പ്രശ്നം കണ്ടാല് അത് പ്രശ്നമൊന്നുമല്ല. എങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്താ പാടിയത് എങ്ങനെ കണ്ടു കഴിഞ്ഞാല് പെട്ടെന്ന് ഉള്ളിലുള്ള അസഹിഷ്ണുത പൊന്തി വരുന്നത് അധികാരം മത്തുപിടിച്ചതിന്റെ ഭാഗമായിട്ടാണ്. തനിക്ക് മൊത്തം അവിടെ നിയന്ത്രിക്കാൻ സാധിക്കും. താൻ പറഞ്ഞാൽ ആ നിമിഷത്തോടെ പ്രോഗ്രാം അവസാനിക്കും. ഇവിടുത്തെ ഈ സെൻഡ് ഓഫ് പ്രോഗ്രാമുകളല്ല എന്റെ ഒരൊറ്റ വാക്കുകൊണ്ട് നിർത്താൻ കഴിയുന്ന ഒരു പരിപാടിയാണ് എന്നീ പറയുന്ന ഇത്തരത്തിലുള്ള ആ ഒരു അഹങ്കാരത്തിന്റെയും അബദ്ധ ജഡിലമായിട്ടുള്ള ചിന്താഗതികളുടെയും ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും ഈ ഒരു വീഡിയോയും ഞാൻ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്തരത്തിലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, കമന്റ് ചെയ്യൂ. ബൈ.